ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം. ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം പാതയിൽ മെഴുതിരി നാളമായി തെളിയുന്ന സത്യമേ ഉലകിൻ്റെ നിത്യതേ. നാദമായി രൂപമായി വിശ്വതേജോശില്പിയായി ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ദലൻ. ദൈവമനുഷ്യനായ ഫ്രാൻസിസ് തൻ്റെ ഭവനം ഉപേക്ഷിക്കുകയും തൻ്റെ പാരമ്പര്യ അവകാശം പരിത്യജിക്കുകയും നിസ്സനും ദരിദ്രനുമായി തീരുകയും ചെയ്തു. എന്നാൽ ദൈവം അദ്ദേഹത്തെ ഉയർത്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തുപോയി. പരിശുദ്ധ മറിയത്തോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്
സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം.
ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് അനുഗ്രഹം നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ വഴികളിലൂടെ ചരിച്ച് അങ്ങേ പുത്രനെ അനുഗമിക്കാൻ ആനന്ദപൂർണമായ സ്നേഹത്തോടെ അങ്ങുമായി ഒന്നിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവേ, എത്രനാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കും, അങ്ങ് അത് കേൾക്കാതിരിക്കുകയും ചെയ്യും. എത്രനാൾ അക്രമം എന്ന് പറഞ്ഞ് ഞാൻ വിലപിക്കുകയും അങ്ങ് എന്നെ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. തിന്മകളും ദുരിതങ്ങളും കാണാൻ എനിക്ക് അങ്ങ് എന്തുകൊണ്ട് ഇടവരുത്തുന്നു? നാശവും അക്രമവും ഇതാ എൻ്റെ കൺമുൻപിൽ. കലഹവും മത്സരവും തല ഉയർത്തുന്നു. കർത്താവ് എനിക്ക് ഉത്തരം നൽകി. ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥതയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. കർത്താവിൻ്റെ വചനം. നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്നവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടൊരുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം, നാം അവിടുന്ന് നയിക്കുന്ന ജനവും. നിങ്ങൾ ഇന്നവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്നവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ
ഹൃദയം കഠിനമാക്കരുത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, ഏറ്റവും വാത്സല്യമുള്ളവനെ, എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിതനാകരുത്. അവൻ്റെ കടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക, മാതൃകയാക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. Hallelujah, hallelujah, hallelujah. കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആട് മേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഖ്യ കാർമ്മികൻ ജോയിച്ച, ഇടപെടൽകാരി സ്നേഹം നിറഞ്ഞ അനുരാജ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതവും മാതൃകയും നന്മയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചിത്രം കണ്ടത് ഇങ്ങനെയാണ്.
ഒരു വൃദ്ധനായ മനുഷ്യൻ കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മെഴുകുതിരി കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രായമുണ്ട്, നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ കണ്ണിന് കാഴ്ചയൊന്നുമില്ല, കാഴ്ചയൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് തിരി കത്തിച്ച ശേഷം ആ തീക്കൊള്ളിയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, മുമ്പോട്ട് പോവുക. അപ്പോൾ അയാളുടെ കൊച്ചുമകൻ ഒരു വശത്തുകൂടെ വന്ന സമയത്ത് കാണുകയാണ് ഈ അപ്പച്ചൻ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച ശേഷം തീ കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ അപ്പച്ചനോട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ താടിക്ക് തീ വയ്ക്കാതെ ആ തിരിയിൽ നോക്കി തീ വയ്ക്കും എന്ന് പറയാം. അപ്പോൾ തിരി കഴിഞ്ഞ് ഈ അപ്പച്ചൻ ഈ കൊള്ളി കൊണ്ടങ്ങ് പോവുകയാണ് കത്തിക്കാൻ. അപ്പോഴേ പറയുന്നത് കർത്താവിൻ്റെ താടിക്ക് തീ വയ്ക്കാതെ തിരിയിൽ കത്തിക്കും എന്ന് പറയും. ശേഷം അയാൾ ഒരു വാക്കുകൂടെ പറയുകയാണ്, ആയ കാലത്ത് ഇതൊക്കെ ചെയ്യണമായിരുന്നു എന്നുകൂടെ അയാൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പോവാണ്. അച്ഛൻ ഇത് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അവസരങ്ങളും സാധ്യതകളും ഒക്കെയാണ് ദൈവം നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഒരു തിരി തെളിക്കാൻ, ഒരു തിരി കത്തിക്കാൻ, കർത്താവിന് മുമ്പിലായിരിക്കാൻ നമുക്ക് ദൈവം തന്ന ആരോഗ്യവും എല്ലാ കഴിവുകളും ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും വൈകാതെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനും എത്രയേറെ നന്മകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്നുവോ അത്രത്തോളം നന്മകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മളെല്ലാവരും ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലുമൊക്കെ വലിയ നന്മകളും സ്നേഹമൊക്കെ അദ്ദേഹം കാത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജീവചരിത്രം വായിക്കുമ്പോൾ ഈ മനുഷ്യനെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടുവ്യാപാരിയുടെ മകനായിട്ട് ജനിച്ചത്രയും സമ്പാദ്യങ്ങളും എല്ലാ കാര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പിന്നാലെ പോവുക എന്നുള്ളതല്ല, ക്രിസ്തുവായി ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാം ക്രിസ്തു എന്ന ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ക്രിസ്തുവായി ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. പട്ടുവ്യാപാരിയുടെ മകനായി ജീവിച്ച് ധനികനായി, ധാരാളം സമ്പത്തുണ്ട്. ആ സമ്പത്തൊക്കെ പാവപ്പെട്ടവർക്ക് നൽകി സഹായിച്ചുകൊണ്ട് വലിയ മനുഷ്യനാകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പിന്തുടരുക എന്നുള്ളതല്ല, ക്രിസ്തുവായി ജീവിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വായിക്കുമ്പോൾ തൻ്റെ ഒരു ചെറുപ്പകാലം കഴിയുമ്പോൾ തന്നെ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഒരു പിതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇനി എൻ്റെ പിതാവ് എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുശേഷം തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ജീവിതത്തിലും 30-ാമത് വയസ്സ് കഴിയുമ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി തൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും സാമ്യമുണ്ട് ക്രിസ്തുവിനോട് കൂടെ. അതിനുശേഷം വീണ്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വായിക്കുമ്പോൾ പഞ്ചക്ഷതങ്ങൾ, കർത്താവിന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ക്രിസ്തുവായി ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ ക്രിസ്തുവായി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ദൈവസന്നിധിയിൽ കൂടുതൽ കൃപ കണ്ടെത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെ വലിയ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിലൂടെ ജനങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഒരിക്കലും തൃപ്തരല്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്നല്ല, ഒരു കാര്യങ്ങളിലും തൃപ്തരല്ലാത്തവരാണ് മനുഷ്യർ. ഒന്നിലും തൃപ്തരല്ലാത്തവരല്ല. സാധാരണ ചിന്തിച്ചാൽ നമുക്കൊരു വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വസ്ത്രം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഒരു വീടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ഒരു വണ്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു വാഹനം എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. സമ്പത്തുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഭൂരിഭാഗം പേര്. അവിടെയൊക്കെ ഒരു തൃപ്തി, മനുഷ്യൻ ലഭിക്കുന്നതിൽ ഒരു തൃപ്തി കണ്ടെത്തുവാൻ മനുഷ്യന് സാധിക്കാതെ പോകാറുണ്ട്. അവിടെയൊക്കെ കർത്താവിൻ്റെ ഈ ഒരു ദാസൻ, ഈ ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകളെയും സ്നേഹത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മെ അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കണം. പ്രത്യേകമായിട്ട് ഈ വിശുദ്ധന്റെ ജീവിതത്തിലും നമ്മളത് മുഴുവനായിട്ട് കാണുന്നുണ്ട്.
നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ടാണ് ലൂക്കയുടെ സുവിശേഷം പറയുന്നത്, കർത്താവ് പറയുന്നു, വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നുള്ളത്. ദൈവം എന്താണോ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് അത് സ്നേഹപൂർവ്വം സ്വീകരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഈ വിശുദ്ധന്റെ ജീവിതത്തിലെ നിരവധിയായ പുണ്യങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകളൊക്കെ നമ്മൾ നിരവധിയായി കേട്ടിട്ടുണ്ടാകും. എളിമ നിറഞ്ഞ മനുഷ്യനാണ്, സ്നേഹം നിറഞ്ഞ മനുഷ്യനാണ്, സമാധാനം മറ്റുള്ളവർക്ക് നൽകുന്ന മനുഷ്യനാണ്, അതുപോലെ പ്രകൃതിയെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ഇത്തരത്തിൽ നിരവധിയായ നന്മകൾ ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശിഷ്യന്മാർ പറയുന്ന കാര്യം എന്താണ്? വിശ്വാസം വർദ്ധിപ്പിക്കണം എന്നതാണ്. വിശ്വാസം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് നൽകിയ ആദ്യത്തെ ബലം എന്ന് പറയുന്നത് അവന് ആ ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. ദൃഢമായ വിശ്വാസത്തോടുകൂടെ അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനി അവന്റെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെയാണ്. ആ പ്രാർത്ഥനയാണ് ഈ വിശുദ്ധനെ തൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ വഴി നടത്തുവാനായിട്ട് സഹായിച്ചത്. വിശ്വാസവും പ്രാർത്ഥനയും. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര തുടങ്ങുമ്പോൾ പലവിധമായ സഹനങ്ങൾ, വിട്ടുകൊടുക്കലുകളൊക്കെ ആവശ്യമാണ്. അത് തൻ്റെ ജീവിതത്തിൽ വളരെ നന്നായി ചെയ്ത ഒരു മനുഷ്യൻ. ഇത്രയും സമ്പത്തും എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടും അതൊക്കെ വിട്ടുകൊടുത്ത ശേഷം തൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത് പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. മൂന്നാമത് സഹനങ്ങൾ, വേദനകൾ, ത്യാഗങ്ങളൊക്കെ ഏറ്റെടുക്കുവാനുള്ള നല്ല മനസ്സുണ്ടായിരിക്കട്ടെ. വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അത്രയേറെ ആഴമേറിയ ഒരു നന്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ഇവിടെ സുവിശേഷം പറയുന്നത്, ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് നിങ്ങളുടെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിച്ചു തരാം എന്നല്ല പറയുന്നത്. അങ്ങനെയാണോ പറയുന്നത്? അല്ലേ? കർത്താവ് പറയുന്നത്, സിംഗപ്പൂർ മരത്തോട് വേരോടെ ഇളകി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പോയി വേരുറയ്ക്കും, അതിന് വിശ്വാസം വേണം. കഠിനും പണികളും വിശ്വാസം അങ്ങനെ ഉണ്ടായിരിക്കണം. ശിഷ്യന്മാര് കർത്താവ് നൽകിയ എല്ലാ കൃപകളും കൊണ്ട് പല ഇടങ്ങളിലും പോയി വചനം പ്രഘോഷിച്ച് രോഗശാന്തികളൊക്കെ നൽകി, സൗഖ്യം നൽകി, അനുഗ്രഹങ്ങളൊക്കെ നൽകിയപ്പോൾ ശിഷ്യന്മാർ കരുതുന്നുണ്ട്, ഞങ്ങൾ എന്തൊക്കെ ആയിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ആളുകളെയൊക്കെ സൗഖ്യം നൽകാൻ പറ്റുന്നത്, കർത്താവ് പറഞ്ഞേക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനോട് പുനീപം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ കർത്താവ് അത് പറഞ്ഞ ശേഷം അതുമായി ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം പറയുന്നത്, ആടുമേക്ക് അല്ലെങ്കിൽ പ്രത്യൻ ഒഴുകയോ ആടുമേക്കോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്, നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്നാണ്. യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കർത്താവ് അതിനുശേഷം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് യജമാനൻ നൽകുന്ന എല്ലാ നന്മകളും, അല്ലെങ്കിൽ ദാസൻ യജമാനു വേണ്ടി ചെയ്യുന്ന എല്ലാ നന്മകളും ദാസന്റെ കടമയായിട്ട് ദാസൻ ചിന്തിക്കണം. അല്ലെങ്കിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും, ആ അനുഗ്രഹങ്ങൾ വെച്ച് ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന എൻ്റെ ശുശ്രൂഷ ഇടങ്ങളിൽ ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനത്തിലൂടെ ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം ഏറ്റവും കൂടുതലായിട്ട് ദൃഢമാകേണ്ടതുണ്ട്. എത്രമാത്രം വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതോ, വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയായിരിക്കുവാൻ സാധിക്കുന്നതോ, കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ വിശ്വാസപൂർവ്വം പങ്കുചേരാൻ സാധിക്കുന്നതോ. പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. അത് തന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന നന്മകൾ കൂടുതലായി കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ വന്നിരിക്കും. ഞാൻ പണ്ടിരുന്ന ഒരു പള്ളിയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ കൊച്ചുമകൻ്റെ കൈക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിലൊക്കെ വരും, പ്രാർത്ഥിക്കും. ആ കൊച്ചുമകന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കും. എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം വന്നപ്പോൾ അമ്മച്ചി ഒരു നെക്ലേസ് കൊണ്ടുവന്ന് മാതാവിനെ സമർപ്പിച്ചു. അമ്മച്ചി കൊണ്ടുവന്ന് മാതാവിനെ സമർപ്പിച്ചു. അപ്പോൾ ഞാനിത് കണ്ടു. മാതാവിനോട് സമർപ്പിച്ചിട്ട് അമ്മച്ചി പോയി. അപ്പോൾ അതൊക്കെ ആ ഒരു തിരുനാളാഘോഷം കഴിഞ്ഞ ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചിയെ കാണാനില്ല. അമ്മച്ചി അത്രയും തീക്ഷ്ണതയോടുകൂടെ പള്ളിയിൽ വരുന്ന ഒരാളായിരുന്നു. 2 ആഴ്ച തിരുനാളം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മച്ചിയെ കാണാനില്ല. അപ്പോൾ ഞാൻ 1 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്ത ശേഷം അമ്മച്ചി അന്വേഷിച്ചിറങ്ങി.
എന്ത് പറ്റിയെന്നറിയാം. അപ്പോൾ അമ്മച്ചി വീട്ടിലെത്തി. അമ്മച്ചോട് ചോദിച്ചു, എന്ത് പറ്റി, പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പം അമ്മച്ചി പറഞ്ഞു, ഞാൻ ഇനി ആ പള്ളിയിലോട്ട് വരുന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് പള്ളി വരാത്തത്? ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒരു നെക്ലേസ് കൊണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ കൊച്ചുമകൻ്റെ കൈ ഒന്ന് ശരിയാകണമെന്നാണ്. അപ്പോൾ നെക്ലേസ് കൊണ്ടുകൊടുത്ത് ഇട്ട് കൊടുത്ത് പ്രാർത്ഥിച്ചു. തിരുനാൾ വീഴുന്നതിന് മുമ്പ് ശരിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഇനി ആ പള്ളിയിലേക്ക് വരുന്നില്ല എന്നാണ്. അപ്പോൾ അമ്മച്ചി ഒരു നെക്ലേസ് കൊണ്ടുവന്ന് കർത്താവിന് കൈക്കൂലി കൊടുത്തിട്ട് മാതാവിന് കൈക്കൂലി കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് ശരിയാക്കി തരണം. അത് ശരിക്കും തിരിച്ചു പോയതാണ്. അമ്മച്ചി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പതുക്കെ പള്ളിയിലോട്ട് കൊണ്ടുവന്നു. മനുഷ്യൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തെയും പ്രാർത്ഥനയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളാണ് മനുഷ്യനുള്ളിലേക്ക് കടന്നു വരുന്നത്. ഉത്തരവിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നില്ല. വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കൂടുതലായിട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ആഴമേറിയതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ളത് ആയിരിക്കണം. ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ഉറപ്പായും അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വാട്ടർ സിസ്റ്റം പോലെയാണ്. അതാണ് കൊടുക്കുക, വാങ്ങുക, അല്ലേ? നമ്മൾ പോയിട്ട് അങ്ങോട്ട് ചോദിക്കുന്നു, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വാങ്ങുന്നു. അതൊരു വാട്ടർ സിസ്റ്റം പോലെ മാറുമ്പോൾ നമ്മുടെ വിശ്വാസം വളരെയധികം മന്ദീഭവിച്ചു പോകുന്നതിൻ്റെ അടയാളമാണത്. എൻ്റെ പ്രാർത്ഥന നിസ്വാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യം, എൻ്റെ ജീവിതത്തിലെ നന്മകൾ, ലഭിച്ച അനുഗ്രഹങ്ങൾ, ഞാൻ എടുക്കുന്ന ശ്വാസം പോലും എൻ്റെ ദൈവം തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ആ വിശ്വാസം ആത്മാർത്ഥതയോട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. നമ്മളെല്ലാവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന പ്രാർത്ഥനയൊക്കെ നമ്മൾ ദിനംപ്രതി പ്രാർത്ഥിക്കുന്നതാണ്. അത് പറയുന്നത് അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതായത് എൻ്റെ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കണം, അല്ലെങ്കിൽ അതൊക്കെ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും അവിടുത്തെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം നടക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, ഇല്ലേ? എൻ്റെ ഇഷ്ടം നടക്കണമേ, എൻ്റെ ഇഷ്ടം സാധിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അവിടെ കർത്താവ് പറയുന്നുണ്ട് അങ്ങനെയെല്ലാം നീ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉള്ളുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ സാധിക്കണം. പണ്ടൊരു കൊച്ച് കഥ ഇങ്ങനെ പറയും. ഒരു കൊച്ചു പയ്യൻ സൈക്കിൾ ആഗ്രഹിച്ച് പള്ളിയിലേക്ക് പോകുന്ന ഒരു പഴയ ഒരു കഥ. സൈക്കിൾ ആഗ്രഹിച്ച് പള്ളിയിൽ പോകുന്നുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, സൈക്കിൾ വേണം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇവൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് വീട്ടിലൊക്കെ വന്ന് തിരിച്ച് വീട്ടിൽ വന്ന് നോക്കും, സൈക്കിൾ ഉണ്ടാവുന്നു. സൈക്കിളൊന്നും കാണാനില്ല. കുറേ ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ കർത്താവിൻ്റെ മുമ്പ് പോയി പറഞ്ഞു, 5 ദിവസം ഞാൻ സമയം തരാം കർത്താവേ, 5 ദിവസം സമയം തരാം, അതിനിടയ്ക്ക് എനിക്ക് സൈക്കിൾ അവിടെ കൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 1-ാം ദിവസം വന്ന് പ്രാർത്ഥിച്ച് വേണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി, വീടിൻ്റെ പുറകും വശവും എല്ലാം പോയി നോക്കി, സൈക്കിൾ കണ്ടില്ല. 2-ാം ദിവസവും പിന്നെയും വന്നവൻ പ്രാർത്ഥിച്ചു, അന്ന് സൈക്കിൾ കിട്ടിയില്ല. 3-ാം ദിവസവും പ്രാർത്ഥിച്ചു, 4-ാം ദിവസം പ്രാർത്ഥിച്ചു, സൈക്കിൾ കിട്ടിയോ? ഉറങ്ങു വേണം നിങ്ങൾ. സൈക്കിൾ കിട്ടിയോ? ഇല്ല. 5-ാം ദിവസം വന്ന് പ്രാർത്ഥിച്ചു, കിട്ടിയോ? 6-ാം ദിവസവും വന്നവൻ. 5 ദിവസം പറഞ്ഞിരുന്നത്, എന്നാൽ 6-ാം ദിവസവും കൂടെ വന്നു. 6-ാം ദിവസം വന്നു, 7-ാം ദിവസം വന്നു. 7-ാം ദിവസം വന്നപ്പോൾ അവൻ്റെ മട്ടും ഭാഗമൊക്കെ മാറി. അവൻ ചെന്ന് കർത്താവിൻ്റെ കുർബാനയും കഴിഞ്ഞപ്പോൾ ചെന്ന് കർത്താവിന് വന്ന് പറഞ്ഞു, ഹലോ മിസ്റ്റർ യേശുദേവൻ. കർത്താവ് വിളിച്ചുകൊണ്ടിരുന്നവനാണ്. പിന്നെ മാറി, ഹലോ മിസ്റ്റർ യേശുദേവൻ, ഞാനൊരു സൈക്കിൾ പറഞ്ഞിരുന്നു, കിട്ടിയില്ല. 5 ദിവസം സമയം തന്നില്ല എന്ന് പറയാം. അപ്പം ഇതൊക്കെ പറഞ്ഞപ്പോൾ പള്ളി കൂട്ടിക്കൊണ്ടിരുന്ന കപ്പിയാര് ഇവൻ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പതിയെ പുറകെ പോയിരുന്നു. അപ്പം പറയുകയാണ്, ഞാൻ സമയം തന്നു, എനിക്ക് സൈക്കിൾ കിട്ടിയില്ല, എൻ്റെ വീട്ടിൽ സൈക്കിൾ എത്തിക്കണം, നിങ്ങളുടെ അമ്മ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. കപ്പിയാര് വലത്തോട്ട് നോക്കിയപ്പോൾ മാതാവിനെ കാണാനില്ല. വിളച്ചത്തിരുന്ന് അവൻ 6-ാം ദിവസം വന്ന് പൊക്കിക്കൊണ്ടുപോയി. അവൻ വീട്ടിൽ ഇരിക്കുക, നിങ്ങളുടെ അമ്മ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണെന്നാണ് അവൻ പറയുന്നത്. കൊച്ചുകുട്ടിയുടെ സംഭവമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പലപ്പോഴും ഇങ്ങനെയൊക്കെ ആയിപ്പോകാറുണ്ട്. എന്താണ് എനിക്കെപ്പോഴും ഇത്തരത്തിൽ വേദന?
എന്തുകൊണ്ടാണ് എനിക്ക് ദുഃഖങ്ങളും വേദനകളും പരാതികളും ഒക്കെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. കർത്താവ് എന്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും അവരോട് ചോദിക്കുന്നത് നിനക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ആഴമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് പലവിധമായുള്ള വചനവായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജോബിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും മറ്റു പല വിശുദ്ധരായ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എത്രയേറെ വിശ്വാസത്തിൽ അവര് വീണ്ടും വീണ്ടും ചേർന്ന് നിന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ വിശ്വാസപൂർണമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി മാറ്റും. മറ്റൊന്ന് സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാവുന്നതാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന സഹനങ്ങൾ ഇങ്ങനെ പറയുന്നത് സഹനത്തിലൂടെ നടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സഹനം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന സ്വർഗത്തിലേക്കുള്ള ചട്ടുപടിയാണ്. അതിലൂടെ നടന്ന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ജീവിതത്തില് നിരവധിയായ അനുഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സഹനങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. അതിലൂടെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കുക. ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ട് നിരവധിയായ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ട് ആർഭാടമായി ജീവിച്ച മനുഷ്യര് അവരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യ ബോധങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ അവർ ക്രിസ്തുവിലേക്ക് അടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെ നേരിട്ടുകൊണ്ട് വേണ്ടി ക്രിസ്തുവിലേക്ക് അവർ നടന്നെടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മനുഷ്യൻ വിശുദ്ധ പൗലോസാണ്. സൗലായിരുന്ന മനുഷ്യനെ രൂപാന്തരീകരണത്തിലൂടെ അവൻ പൗലോസായിട്ട് മാറുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവന്റെ സഹനങ്ങളിലൂടെ ക്രിസ്തുവിനെ അവൻ മനസ്സിലാക്കുക. സ്വർഗരാജ്യത്തിലേക്കുള്ള കാൽവയ്പ് അവിടെ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ സഹനങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നവയാണ്, ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ടവയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധന്റെ ജീവിതത്തിലും സഹനത്തിലൂടെ പലവിധമായ സഹനങ്ങളിലൂടെ പല ത്യാഗങ്ങളിലൂടെയൊക്കെ കടന്നുപോയ മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ത്യാഗ മനോഭാവത്തോടുകൂടി ആയിരിക്കും നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു 50 നിലയുള്ള ലിഫ്റ്റിന് താഴെ 2 പേര് വന്ന് നിൽക്കുകയാണ്. ബാഗൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു. ഇവര് മുകളിലേക്ക് പോകണം. ലിഫ്റ്റിന് സ്വിച്ച് അമർത്തിയപ്പോൾ അത് കേടായി പോയി. പിന്നെ 50 നിലയുണ്ട്, നടന്ന് മുകളിലേക്ക് പോകണം. അങ്ങനെ ഒരു വലിയ ബാഗ് തൂക്കിക്കൊണ്ട് ഈ പടികൾ കയറി പോവുകയാണ്. ഒരു 20 നില എത്തിയപ്പോൾ അവർ തളർന്നു. അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ തളർന്നല്ലോ, ഭയങ്കര ഭാരമാണ്. അപ്പൊ അത് തളർന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് നാളെ രാവിലെ വന്ന് ബാഗ് എടുക്കാം എന്ന് പറഞ്ഞ് ബാഗൊക്കെ 20ാം നിലയിൽ വെച്ച് പിന്നെ വീണ്ടും കയറാൻ തുടങ്ങി. കയറിയപ്പോൾ വളരെ വേഗത്തിൽ അവരൊക്കെ മുകളിലെത്തി അവിടെ ചെന്നിട്ട് വാതിൽക്കൽ നിന്നിട്ട് ഒരുത്തൻ മറ്റൊരാൾ ചോദിക്കുന്നു, താക്കോലെടുക്കുക എന്ന് ചോദിക്കാം. മറ്റൊരു തിരിച്ചു ചോദിക്കുന്നത് എന്റെ കയ്യിലില്ലേ എന്ന് ചോദിക്കാം. ഇല്ല, എന്റെ കയ്യിലില്ല. എവിടെയാ? അപ്പൊ താഴെ ഇരിക്കുന്ന ബാഗിലാണ്, താഴെ 20ാം നിലയിരിക്കുന്ന ബാഗിലാണ് താക്കോലിരിക്കുന്നതെന്ന് പരസ്പരം പറയുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം ഓർമ്മിക്കുന്നത് നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറെ ഭാരങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഒക്കെ ഈ ഭാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇതൊന്നും എനിക്ക് കിട്ടട്ടെ വേണ്ടേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ സ്വർഗം തുറന്ന് അന്തേക്ക് കയറാനുള്ള താക്കോല് വഴിയരികിൽ നമ്മൾ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലും ഇത് തന്നെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ കുടുംബ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ, പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ, സ്വയം വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കട്ടെ, സഹനങ്ങൾ ഒരുമിച്ച് നേടാനുള്ള കൃപയുണ്ടായിരിക്കട്ടെ. കർത്താവ് തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള നന്മകളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അച്ഛൻ ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളൊന്നും ഇതൊക്കെ ചെയ്യാത്തവരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ? ഞാൻ സഹനങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, ഞാനതൊക്കെ ഏറ്റെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, പിന്നെ എന്തിനാ അച്ഛൻ ഇതൊക്കെ പറയുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നാം. എന്നാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, കർത്താവ് നമ്മെ വിളിക്കുന്നത് കൂടുതൽ നന്മയിലേക്കാണ്. കൂടുതൽ നന്മയിലേക്ക്, കുറച്ച് നന്മയിലേക്കല്ല, കൂടുതൽ നന്മയിലേക്ക്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് ആ നന്മകളിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അതുകൊണ്ടാണ് ധനവാനും ലാസറും എന്ന് പറയുന്ന 2 വ്യക്തികൾ, 2 പേരും എന്താണ് സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുമ്പോൾ ധനവാൻ എങ്ങോട്ട് പോകുന്നു? എവിടെ പോകുന്നു? നരകത്തിലേക്ക് പോകുന്നു. ലാസറ് സ്വർഗത്തിലേക്ക് പോകുന്നു അല്ലേ? അപ്പൊ 2 പേരും ധനവാനും ലാസറും. ഈ ധനവാൻ ലാസറിന്റെയും ഉപമയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്താണ് ലാസറ് കഷ്ടപ്പെട്ടു ജീവിച്ചു, ധനവാൻ സുഭിക്ഷമായി ജീവിച്ചു എന്നുള്ളത്. പക്ഷേ അത് ഞാൻ ഒന്ന് ഇരുത്തി വായിച്ചപ്പോൾ
ഇന്നത്തെ കാലവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ധനവാൻ ക്രൂരനാണോ കുഴപ്പമില്ലാത്തവനാണോ? ധനവാൻ ക്രൂരനാണോ കുഴപ്പമൊന്നുമില്ലാത്തവനാണോ? കുഴപ്പമൊന്നുമില്ലാത്ത ആളാണല്ലേ? എന്തുകൊണ്ടാണ് കുഴപ്പമില്ലാത്ത ആള്? പിന്നെ എന്തിനാ നരകത്തിൽ പോയത്? ഒരു കുഴപ്പമില്ലെങ്കിൽ നരകത്തിൽ പോവോ? ഇല്ല. അത് വായിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ കാലവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോഴാണ് ധനവാനും ലാസറും എന്ന രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ, ധനവാൻ തൻ്റെ രാജകീയമായ കൊട്ടാരത്തിന്റെ വീട്ടിൽ കഴിഞ്ഞു. ലാസർ എവിടെ കിടന്നിരുന്നേ? ധനവാന്റെ വീടിന്റെ പടിവാതിലുകൾ കിടന്നേ. ഈ ലാസർ എന്ന് പറയുന്ന ഈ രോഗിയായ അല്ലെങ്കിൽ ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചിരുന്ന ഈ മനുഷ്യൻ ഈ ധനവാന്റെ വീടിന്റെ പടിവാതിലുകൾ കിടന്നു. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇതുപോലൊരാൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇതുപോലെ ഒരു വ്രണങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ നിങ്ങളുടെ വീടിന്റെ മുമ്പ് വന്ന് കിടക്കുകയാണ്. എന്ത് ചെയ്യും നിങ്ങൾ? ആദ്യം ഒന്ന് നോക്കും, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വന്ന് നോക്കും. അത് കഴിയുമ്പോൾ അവിടെ അടുത്ത് വന്ന് അയാളെ ചുറ്റിപ്പറ്റി നോക്കും. കുറെ കഴിഞ്ഞ് പറയും ഇവിടെ ഇതും കിടക്കാൻ പറ്റില്ല, പൊക്കോ എന്ന് പറയും. അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിൽ നച്ചിന്റെ നന്മയുള്ള മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കും. പക്ഷേ ധനവാന്റെ വീടിന്റെ പടിവാതിൽക്കൽ ഇയാൾ കിടന്നിരുന്നു. വീണ്ടും പറയുന്നത്, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം ആര് കഴിച്ചിരുന്നു? ലാസർ കഴിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണം ലാസർ കഴിച്ചിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ട് എങ്കിൽ നമ്മൾ ആദ്യം ഓടിച്ചു വിടാനേ നോക്കും. ഭക്ഷണം കൊടുക്കാൻ ആദ്യം ഓടിച്ചു വിടാൻ നോക്കും. വീടിന് മുമ്പ് കിടക്കയില്ലേ? ആരെങ്കിലും കണ്ടാൽ നാണക്കേടാണ് മനുഷ്യർക്ക്. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ധനവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്രയൊക്കെ പാപിയല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അയാൾ നരകത്തിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ ഞാനത് ചിന്തിക്കുമ്പോൾ മനസ്സിലായത് അയാൾ ചെയ്യേണ്ട നന്മ ചെയ്തില്ല എന്നുള്ളതാണ്. ചെയ്യേണ്ട നന്മ അയാൾ ചെയ്തില്ല. പുറത്ത് കിടന്ന മനുഷ്യനെ വേണമെങ്കിൽ ആവശ്യമായത് നൽകി അദ്ദേഹം വിളിക്കാം. അത്രയും വലിയ കൊട്ടാരമുള്ള മനുഷ്യനാണ്. മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണത്തിൽ നിന്ന് പകരം അയാളെ മേശയിൽ നിന്നുള്ള ഭക്ഷണം അവരെ കൊടുക്കാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത് കുറച്ചുകൂടെ നന്നാകേണ്ടതുണ്ടെന്നുള്ളതാണ്. കുറച്ചുകൂടെ നല്ലതാകേണ്ടതുണ്ട് നമ്മുടെ ജീവിതങ്ങൾ. അതുകൊണ്ട് കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് വിശ്വാസം ഉണ്ടായിരിക്കണം. സ്വയം സമർപ്പിക്കാനും പ്രാർത്ഥനാ മനോഭാവവും സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കാനുള്ള മനോഭാവവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ന് കുടുംബ ജീവിതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാണ്ട് പോവുക. ബന്ധങ്ങളൊക്കെ വളരെയധികം ശിഥിലമായിക്കൊണ്ടിരിക്കുക, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അത്രയേറെ പവിത്രമായ ബന്ധമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മറന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളെ ലഭിക്കുന്ന ഒരു ഇടമുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന അപ്പനെ അമ്മയെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് എന്ത് ഉത്തരവാണ് നിങ്ങൾ പറയുന്നത്? അപ്പനോട് ചോദിക്കുന്നു, ഇരിക്കുന്ന അമ്മയെ എവിടെ നിന്നാണ് കിട്ടിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങളും പറയും. ചിലപ്പോൾ പറയും പെണ്ണ് കാണാൻ പോയപ്പോൾ, അല്ലെങ്കിൽ സ്നേഹിച്ചതാണ് എന്നൊക്കെ ഉത്തരങ്ങൾ പറയും അല്ലേ? ഇതൊക്കെ പറയുമ്പോഴും കർത്താവ് പറയുന്ന ഒരു ഉത്തരവുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു അൾത്താരയുടെ മുമ്പിൽ വെച്ച അല്ലേ? ചിന്തിച്ചു നോക്കി, 2 വീടുകളിൽ നിന്നും വന്ന് നേരെ ഒരു വീട്ടിൽ നടന്നിട്ട് പോയതല്ല. ഏതോ ഒരു അൾത്താരയുടെ മുമ്പിൽ വന്നു, അവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ലഭിച്ച അൾത്താരയാണ്, അതൊരിക്കലും മറക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എന്ത് വേദനകളോ ദുഃഖങ്ങളോ സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പങ്കുവയ്ക്കേണ്ട ഇടവും അൾത്താര തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങൾ എവിടെ നിന്ന് ലഭിച്ചോ അവിടെ തന്നെയാണ് നിങ്ങൾ വരേണ്ടതും പങ്കുവയ്ക്കേണ്ടതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പങ്കുവെച്ച് കൂട്ടായ്മയുടെ അനുഭവത്തിലുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറണം. അതിന് ഈ പറഞ്ഞ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടാനുള്ളതാണ്. ജീവിതത്തിൽ കുറച്ചുകൂടെ നന്മ വരേണ്ടതായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പലപ്പോഴും കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു മനസ്സിലാകലുകളൊക്കെ വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. ഇടയ്ക്ക് ഞാൻ കേട്ടതാണ്, പിള്ളേരൊക്കെ മുറിക്കകത്താണ് അല്ലേ? മുറിക്കകത്താണ്. ഈ മുറിയൊക്കെ ഗുഹ പോലെയാണ്. അതിനകത്ത് മൊബൈലൊക്കെ കളിച്ചങ്ങനെ ഇരിക്കും. എന്നിട്ട് രാവിലെ കഴിക്കാൻ സമയം, രാവിലെ ഉറപ്പ് എഴുന്നേൽക്കത്തില്ല. രാത്രി മുഴുവൻ എന്തൊക്കെയോ പരിപാടികളാണ് അല്ലേ? എന്നിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരും. പിന്നെയും അതിനകത്ത് പോയിരിക്കും. ഈ ഗുഹ പോലെ എന്നാണ് പറയുന്നത്. അതായത്
ഈ സിംഹം ഗുഹയ്ക്കകത്ത് ഉറങ്ങും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരും. അത് ഇര പിടിക്കാൻ വരുന്നതാണ്. പിള്ളേരൊക്കെ ഇന്ന് അതുപോലെയാണ് അല്ലേ? വീട്ടിനകത്ത് ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങും, എന്നിട്ട് ഇരയല്ല, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? വരും, കഴിക്കും, പിന്നെയും ഗുഹയ്ക്കകത്തേക്ക് പോകും. അപ്പോൾ കുടുംബത്തിന് കൂട്ടായ്മയില്ല, സ്നേഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരികെ വരണമെന്നുള്ളതാണ്. അതിന് കൂട്ടായ്മയുടെ അല്ലെങ്കിൽ കുടുംബമായ വിശ്വാസവും പ്രാർത്ഥനയും സ്വയം വിട്ടുകൊടുക്കുന്ന മനോഭാവം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് തിരികെ കൊണ്ട് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് കൂടുതൽ നന്മയിലേക്ക് നമ്മൾ വളരണമെന്ന് ആവശ്യപ്പെടുന്നത്. നാളുകൾക്ക് മുമ്പ് ഞാനൊരു സിനിമ കണ്ടു. അതിൻ്റെ പേര് സൗദി വെള്ളയ്ക്ക എന്നാണ്. സൗദി വെള്ളയ്ക്ക ഒരു മലയാളം സിനിമയാണ്, നല്ല സിനിമയാണ്. അപ്പം അതിനകത്ത് ഒരു അമ്മ പറയുന്ന അമ്മ വീട്ടിൽ മകൻ എങ്ങോട്ടോ പോയി, ആരുമില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരിടത്തേക്ക് പോകുമ്പോൾ അവിടെ അമ്മ വേറൊരു അപ്പച്ചനെ കാണാം. അപ്പോൾ രണ്ടുപേരും കൂടെയുള്ള സംസാരത്തിനിടയിൽ ആ അപ്പൂപ്പൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അതങ്ങനെയാണ്, മഴ തുറന്ന കുട എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. മഴ തുറന്നു കഴിഞ്ഞാൽ കുട എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. നിങ്ങൾ ഇതേപാലത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ബാധ്യതയായിട്ട് മാറുന്നുണ്ടെങ്കിൽ കുടുംബം നന്നായിട്ട് കെട്ടിപ്പടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പനും അമ്മയും സ്നേഹപൂർവ്വം മക്കളുമൊത്ത് അത്രയും സ്നേഹപൂർവ്വം ത്യാഗപൂർവ്വം ഒരു കുടുംബത്തെ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ളിൽ നിരവധിയായ നന്മകൾ ആവശ്യമാണ്. അത് മക്കളുടെ ഭാഗത്തു നിന്നായാലും അപ്പനമ്മയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ അപ്പനും അമ്മയും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ അവർക്ക് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ്. ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്നു, ഭക്ഷണം കൊടുക്കുന്നു. പക്ഷേ അതൊന്നുമില്ല, അതിനപ്പുറമായിട്ട് എന്തോ നന്മകൾ കുടുംബത്തിനുള്ളിൽ ആവശ്യമായിട്ടുണ്ട്. അധ്വാനിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒത്തൊരുമയോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ആ ഒരു ചിത്രത്തിനകത്ത് ആ ഒരു 60-70 വയസ്സുള്ള ഒരു അമ്മൂമ്മയാണ്. ഈ അമ്മൂമ്മ ഒരു കൊച്ചുകുട്ടിക്ക് അവനൊരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു തല്ല് കൊടുക്കുമ്പോൾ ആ കൊച്ചുകുട്ടിയുടെ അപ്പനും അമ്മയും കൂടെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. എൻ്റെ കുട്ടിയെ തല്ലിയെന്ന് പറയും. 60-70 വയസ്സുള്ള പ്രായമുള്ള അമ്മൂമ്മയാണ്. അപ്പോൾ ആ ചിത്രം മുഴുവൻ പറയുന്നത് ആ കോടതി കയറി ഇറങ്ങുന്ന ഈ അമ്മയെക്കുറിച്ചാണ്. അതിനുശേഷം ആ ചിത്രത്തിനുള്ള അവസാനം ഈ കേസ് കൊടുത്ത മനുഷ്യനും അമ്മൂമ്മ കോടതി കയറി ഇറങ്ങുന്നു. പ്രായമായി, കണ്ണിന് കാഴ്ചയില്ല, തപ്പിത്തറിഞ്ഞ അമ്മൂമ്മ കോടതിയിൽ പോകുന്നു. കോടതിയിൽ അത് തീരുമാനമാകുന്നില്ല. കാലങ്ങളായിട്ട് കയറി ഇറങ്ങുന്ന ഒരു അമ്മൂമ്മയെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം ഈ തല്ലുകൊണ്ട പയ്യൻ ഏകദേശം 15-20 വയസ്സായി, വളർന്നു വലുതായി. അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ശേഷം ഈ കേസ് കൊടുത്ത മനുഷ്യൻ വളരെ യാതനകൾ അനുഭവിച്ച്, വേദന അനുഭവിച്ച്, കഷ്ടത അനുഭവിച്ച് മരിക്കുന്നുണ്ട്. കാരണം കുഞ്ഞിൻ്റെ തെറ്റിനെ കുറിച്ച് അയാൾ മനസ്സിലാക്കുന്നില്ല. ചിന്തിക്കുന്നത് കുഞ്ഞിനെ തല്ലി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ വളരെ വേദന അനുഭവിച്ച് അയാൾ മരണപ്പെടുമ്പോൾ ഈ സുഹൃത്തുക്കൾ അയാളെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അതിലൊരാൾ പറയുന്ന ഒരു വാക്കുണ്ട്, മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അല്ലേ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ അല്ലേ എന്ന് പറയും. എന്നാൽ ആ ചിത്രം അവസാനിക്കുമ്പോൾ ഈ അമ്മൂമ്മ കോടതി കയറി അവസാനം അമ്മൂമ്മ മരിക്കുന്നുണ്ട്. മരിക്കുമ്പോൾ അമ്മൂമ്മയ്ക്കുള്ള എല്ലാ സാമഗ്രികളും ഒക്കെ ഈ തല്ലുകൊണ്ട പയ്യൻ്റെ പേരിലെങ്ങാണ്ട് വയ്ക്കുന്നുണ്ട്, എഴുതി വയ്ക്കുന്നുണ്ട്. തല്ലുകൊണ്ട പയ്യൻ, വേറെ ആരുമില്ല അമ്മൂമ്മയ്ക്ക്. അപ്പോൾ ആ സിനിമ അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, മനുഷ്യൻ ഇത്രയൊക്കെ ഉണ്ടടാ എന്നാണ്. മനുഷ്യൻ ഇത്രയൊക്കെ ഉണ്ട് എന്നാണ്. മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നതിൽ നിന്ന് മനുഷ്യൻ ഇത്രയൊക്കെ ഉണ്ട് എന്നതിലേക്ക് നമ്മളൊക്കെ വളരണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളതാണ്. കൂടുതൽ അല്ലെങ്കിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, തിരുനാൾ ആഘോഷം തിരിച്ചറിവിൻ്റെ ആഘോഷമാണ്, കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെടാൻ, കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കർത്താവിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ മുറുകെ പിടിച്ച് പട്ടം പറത്തുന്ന കൊച്ചിൻ്റെ കയ്യിൽ പട്ടത്തിൽ നൂലിരിപ്പുണ്ട്. അപ്പോൾ പട്ടം ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ കിളി വന്ന് പറയുന്നുണ്ട്, പക്ഷി വന്ന് പറയുന്നുണ്ട്, ഈ പട്ടം ഞാൻ പൊട്ടിച്ചു തരാം, നിനക്കപ്പോൾ ഈ ലോകം മുഴുവൻ പറന്ന് കിടക്കാമല്ലോ എന്ന് പറയുക.
അപ്പോൾ പട്ടം അത് വിശ്വസിച്ചിട്ട് കിളിയോട് പൊട്ടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം എന്താണെന്ന്. ആ നൂലിൻ്റെ പിടുത്തമില്ലെങ്കിൽ പട്ടം മൂക്കുകുത്തി താഴേക്ക് വീഴുക ചെയ്യുന്നത്. മനുഷ്യൻ ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഒരു പട്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കയ്യിൽ നമ്മുടെ കടിഞ്ഞാണുള്ളപ്പോൾ ഈ ലോകം മുഴുവൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ കടിഞ്ഞാൻ നമ്മൾ വിടുവിച്ചു കഴിഞ്ഞാൽ മൂക്കുകുത്തി താഴേക്ക് പോകുന്ന പോലെ നമ്മുടെ ജീവിതങ്ങളിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കർത്താവിനെ മുറുകെ പിടിക്കുക. അവിടെ നിന്ന് നമ്മളെ നിയന്ത്രിക്കും, അവിടെ നിന്ന് നമ്മെ നയിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കടിഞ്ഞാൻ ദൈവത്തിന്റെ കയ്യിൽ, കർത്താവിന്റെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് നമ്മെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മൾ അവിടത്തേക്ക് വിട്ടുകൊടുക്കുക. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത്. ഒന്ന്, നിന്റെ വിശ്വാസത്തെ വളർത്തുക, പ്രാർത്ഥന ശക്തിപ്പെടുത്തുക, സഹനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അവ ത്യാഗപൂർവ്വം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടായിരിക്കുക. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ ഇവയൊക്കെ പ്രാവർത്തികമാക്കി ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടൊക്കെ നമ്മൾ പരിശ്രമിക്കുക. അതിന് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം വലുതാകണം, വിശാലമാകണം. നിലനിർത്താത്ത പുസ്തകത്തിൽ യാവസന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവിനെ അനുഗ്രഹിച്ച് എൻ്റെ അതിർത്തികൾ വിസ്തൃതമാക്കണമേ എന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളെയും ഇടുങ്ങിപ്പോയ ജീവിത സാഹചര്യങ്ങൾ, അവസ്ഥകളൊക്കെ കുറച്ചുകൂടി വിശാലമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിന് സാധിക്കുക. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥനയിൽ എപ്പോഴും ഓർത്തിരിക്കുക. കർത്താവിനെ അനുഗ്രഹിച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഇടുങ്ങിയ ചെറുതായിപ്പോയ എൻ്റെ ഹൃദയത്തിൻ്റെ അതിർത്തികളൊക്കെ വിസ്തൃതമാക്കി തരണമേ. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യങ്ങളായില്ലാത്തിന്റെയും സൃഷ്ടാവും സർവ്വശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപുള്ളതായി നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്യയിൽ നാഥനോടേകനാണെന്നും സർവ്വവും താൻ വഴി സൃഷ്ടമായെന്നും ഞാനും വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്യയിൽ നാഥനോടേകനാണെന്നും സർവ്വവും താൻ വഴി സൃഷ്ടമായെന്നും സകലം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി പാറി കന്യാമറിയത്തിൽ നിന്നോടുവായ തന്റെ ശരീരമെടുത്തു നരനായി ഓർമ്മിയോസ് പീലാത്തോസ് വാണിടുന്നാളിൽ നമ്മൾക്കായി ഓരോ പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസാരവുമാർന്നു വിശ്വസിക്കുന്നേ. സത്യങ്ങളെല്ലാം മുന്നം ഗീതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗ്ഗത്തിലേക്കും
വീണ്ടും വരും അന്തമില്ലാത്തോരാണ് ചെയ്യുന്നത് വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെന്നേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചുനിക്കും സുഖനും മോചനുമാകും യോഗ്യയും വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോട് ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റവും ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു വിശുദ്ധ കാതോലിക്ക അപ്പോസ്തോലിക സഭയിൽ പാപവിമോചനമേകും വഴികൾ ജ്ഞാനസ്നാനം പ്രഖ്യാപിക്കുന്നേ. മൃത്യുമരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യജീവിതവും ഞാൻ വിശ്വസിച്ചേർപ്പായിടത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നേ. വത്സല സഹോദരരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മാധ്യസ്ഥ പ്രാർത്ഥന വഴി സ്വർഗീയ പിതാവിന് ഇപ്പോൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അജഗണത്തെ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ അങ്ങ് ഫലമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ പാപ്പയെയും ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ അഭിമന്യ വിൻസെന്റ് സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും വിശിഷ്യ ഞങ്ങളുടെ ഇടവവികാരി അനുരാജച്ചനെയും ഇന്നത്തെ സമൂഹ ദിനബലിക്ക് മുഖ്യ കാർമ്മികനായ ജോയ് മുഷോളിനി അച്ഛനെയും വചനപ്രഘോഷണം നിർവഹിച്ച സജിത് തോമസ് അച്ഛനെയും ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ ഡെയ്സി എന്നിവരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ലോകരാഷ്ട്രങ്ങളെ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. യുദ്ധം മൂലവും പ്രകൃതിക്ഷോഭങ്ങൾ മൂലവും സ്വദേശം വിട്ട് അന്യസ്ഥലങ്ങളിൽ താമസിക്കുവാൻ വിധിക്കപ്പെട്ട എല്ലാ അഭയാർത്ഥികളെയും അങ്ങ് സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, നമ്മുടെ ഇടവക കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളുടെ കടന്നു പോവുകയും മാനസികമായി സംഘർഷം അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. അവരുടെ സകലത്തിലെ നിമിഷങ്ങളിൽ അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യവാനായ ദൈവമേ, നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ തെറ്റായ മാർഗങ്ങളിൽ അകപ്പെടാതെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് നേരായ മാർഗത്തിലൂടെ ചരിക്കുവാനും ഈശോയെ തങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ
എന്നരുൾ ചെയ്ത ദൈവമേ, അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ അങ്ങയുടെ പ്രേക്ഷിതരാകുവാൻ അനുഗ്രഹിക്കണമേ. ഒപ്പം ഡീക്കൻ പട്ടം സ്വീകരണത്തിനായി ഒരുങ്ങുന്ന ബ്രദർ മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആജീവനാന്തം വിശ്വസ്തനായിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഒപ്പം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയും അങ്ങേ ഹൃദയത്തിലിണങ്ങിയ അനേകം പേരെ അങ്ങേ വിളഭൂമിയിലേക്ക് തിരഞ്ഞെടുക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മരണാസന്നരായിരിക്കുന്ന രോഗികളെ അങ്ങയുടെ സ്നേഹകാരുണ്യത്താൽ സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണവാനായ ദൈവമേ, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ഏകജാതന ബലിയായി നൽകിയ അന്ന് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നിത്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴുകിടുവാ
പ്രിയ സഹോദരനെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് ഏറെ തീഷ്ണതയോടെ ആശ്രയിച്ച് കുരിശിന്റെ രഹസ്യം ഉചിതമായി ആഘോഷിക്കുന്നതിന് മക്കളായ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കാൻ കഴിയണമേ. ഈ യാഗദ്രവ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് മക്കളായ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗത്പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗപിതാവേ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്കു തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി മക്കളായ ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാൻ അങ്ങേ മഹത്വത്തിന്റെ അക്ഷകിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ആകയാമോദവത്തോടെ വാഴുവാൻ സ്വർഗീയ ഗായകർമാരാകമാ ദിവ്യപ്രതാപമാരങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ.
സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും ആകയാൽ അങ്ങേ മംഗളം പോലെ ഈ കാണിക്കയിൽ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. യേശുവേ അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെന്റ് സാമുവൽ മെത്രാനോടും സഹമെത്രാൻ സെൽവരാജനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളെ നീ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ ഗുണവൽക്കതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ കർത്താവേ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാടിലുമായിടണം. അന്നന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യകദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കുക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാൻ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരുടെ അരച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കരുതാക്കി അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയിൽ സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. എന്നും ജീവിച്ചു വാഴുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം ഇപ്പോൾ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ,
ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ, ദിവ്യകുഞ്ഞാന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനന്തർ. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകണം, മേലിൽ പിരിയാതെ നീ എന്റേതാകണം. എന്നും മാറിയാ നമ്മുടെ ഇടവക തിരുനാളോടനുബന്ധിച്ച് പ്രഥമാധികാരം സ്വീകരിച്ച കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. പേര് വിളിക്കുന്നവർ മുന്നോട്ട് ബഹുമാനപ്പെട്ട അച്ഛനും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. നിതിൻ രാജ് ബി, നിഖിൽ രാജ് ബി, അബാബിൻ മാർഗോ, റജി ആർ ബി, ലിയ എസ് ബി, അഭിനന്ദ് എസ് ബി, അഹറോൺ പി വി വർഗീസ്, ആശിഷ് എസ് രതീഷ്, ആഷ്മി എസ് രതീഷ്, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ 10 ദിവസങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. പ്രത്യേകിച്ച് പ്രതികൂലമായ കാലാവസ്ഥയുടെ പല ഓണങ്ങൾ നമുക്ക് പല ദിവസങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി നല്ലൊരു കാലാവസ്ഥ ഒരുക്കി ദൈവവചനം ശ്രമിക്കുവാനും നമുക്ക് നല്ല രീതിയിൽ കൂതാശ ജീവിതം നയിക്കാനും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദൈവം അവസരം നൽകി. അതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നേ ദിവസം ഏറ്റവും മഹത്തരമാക്കിയത് 2 വൈദികരാണ്. ബഹുമാനപ്പെട്ട ജോയ് സോമേശനും പ്രിയപ്പെട്ട സജിൻ തോമസ് അച്ഛനും. 2 പേരും യഥാർത്ഥത്തിൽ മികച്ച ഗായകരാണ്. ഞാൻ
ജോയ് മുസോളിനച്ചനെ മുഖ്യ കാർമ്മികനായി ക്ഷണിക്കുകയും അതിനുശേഷം സജിത് തോമസിനോട് പ്രസംഗിക്കാനും ആവശ്യപ്പെട്ടു. നമ്മുടെ ജോയ് മുസോളിനച്ചൻ വലിയൊരു ധ്യാന ഗുരുവാണ്. പുളുങ്കുടി ബെക്സൈദ ആശ്രമത്തിൽ നമുക്ക് വളരെ സുപരിചിതനായ ഒരു വൈദികൻ. ഏത് ആവശ്യത്തിനും അച്ഛനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്തു തീർക്കാറുണ്ട്. നമുക്ക് വേണ്ടി പലപ്പോഴും ഇവിടെ വന്ന് അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത് അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിനും അജപാലന ദൗത്യത്തിൽ നമ്മൾ സഹായിക്കുന്ന ഔദാര്യത്തിനും ഈ ഇടവക കുടുംബത്തിൻ്റെ പേരിലുള്ള കൃത്യമായ നന്ദി ഏറ്റവും സ്നേഹത്തോടുകൂടി അച്ഛനെ അറിയിക്കുകയാണ്. അച്ഛൻ മികച്ച ഗാനാലാപനത്തിലൂടെ ഇനിയും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സർവശക്തനായ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്നും ശക്തിയേറിയ വചന പ്രസംഗത്തിലൂടെ ആത്മാക്കളെ സ്വന്തമാക്കാനും അച്ഛനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സജിൻ തോമസ് അച്ഛൻ ഞാൻ പറഞ്ഞു, അച്ഛൻ തന്നെ ആമുഖത്തിൽ പറഞ്ഞു, ധാരാളം പേർ അച്ഛനെ മുഖ്യ കാർമ്മികനായിട്ടാണ് വിളിക്കാറുള്ളത്. കാരണം മനോഹരമായി ഗാനം ആലപിച്ച് ദിവ്യബലി അർപ്പിക്കും. മാത്രമല്ല അദ്ദേഹം ഒരു വെർസറ്റൈൽ ജീനൈസ് എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹം വായിക്കാത്ത സംഗീത ഉപകരണങ്ങളില്ല. നമ്മുടെ ഇവിടുത്തെ കൊയറംഗങ്ങളെയും ഒരു 3 ദിവസം വന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മാത്രമല്ല ഇതിനോടകം തന്നെ നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ നിരവധി മനോഹരമായ ഗാനങ്ങൾക്ക് സംഗീതം നൽകുകയും ചെയ്തു. നമ്മുടെ രൂപതയിൽ മീഡിയ മിനിസ്റ്റർ തുടങ്ങിയതിന് ശേഷം അച്ഛൻ അന്ന് മുതൽ തന്നെ അതിൻ്റെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുകയാണ്. അച്ഛൻ്റെ നുറുങ്ങ ചിന്തകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന അച്ഛൻ. അച്ഛന് എന്താവശ്യത്തിന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാലും അച്ഛന് സ്നേഹത്തോടെ അത് ഏറ്റെടുക്കുകയും ഇവിടെ വന്നതിനോട് നമുക്ക് ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ അച്ഛനോട് വന്ന് ബലിയർപ്പിക്കാറുണ്ട്. കൊയറിന് വേണ്ടി പ്രാക്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വന്ന് പാട്ട് പഠിപ്പിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മുടെ സെമിനാരി ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം അച്ഛൻ ഇപ്പോൾ പത്തനാപുരം ഇടവകയിൽ സേവനം ചെയ്യുന്നു. അച്ഛൻ്റെ എല്ലാ ദൗത്യങ്ങളും ഇനിയും തോതിൽ ദൈവം വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനിവിടെ വന്ന് മനോഹരമായൊരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. വിശ്വാസത്തെ വളരുക, പ്രാർത്ഥനയെ മുറുകെ പിടിക്കുക, സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശോട് ചേർത്ത് വെച്ച് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. പ്രത്യേകമായി നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അച്ഛൻ വളരെ മനോഹരമായി പറഞ്ഞു. നുറുങ്ങ ചിന്തകളിലൂടെ അതിങ്ങനെ ഒരു ഒഴുക്കായിരുന്നു. അച്ഛന് വലിയൊരു കൃപ ലഭിച്ചിട്ടുണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പറ്റി നിൽക്കുന്ന സന്ദേശങ്ങൾ അങ്ങനെ പ്രത്യേകമായി പ്രതിഫലിച്ചതിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് അച്ഛൻ നൽകിയ വചന സന്ദേശം ഇവിടെ ഇവരുടെ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇടവകുടുംബത്തിൻ്റെ പേരിലുള്ള കൃത്യമായ നന്ദി സജിൻ തോമസിന് ഏറ്റവും സ്നേഹത്തോടെ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം മനോഹരമാക്കാൻ എല്ലാ തരത്തിലും നമ്മുടെ അത്യുന്നതമായ അന്തരീക്ഷം മുതൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിൽ ധാരാളം പേരുടെ കൈകളുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിനവിലേക്ക് വേണ്ട ആൾക്കാരുകൾ ഒരുക്കുകയും ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രികളുടെ ചിലവഴിച്ച് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത പ്രിയപ്പെട്ട സിസ്റ്റർ ഡെയ്സിക്കും പ്രത്യേകം നന്ദി ഇടവക കുടുംബത്തിൻ്റെ പേരിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ഉപദേശിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായി വേണ്ട കാര്യങ്ങളെല്ലാം എന്നെയും പല കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത ഉപദേശിക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അൽക്കാര ബാലകർ, ഗായക സംഘം എന്നിവർക്കും ഈ അജപാലന ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീ ശോഭരാജനും പ്രാർത്ഥനകളും മറ്റ് വിശ്വാസികളുടെ പ്രാർത്ഥന ആമുഖം എന്നിവ
തയ്യാറാക്കിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ തിരുനാൾ ദിവസങ്ങളിൽ നമുക്കുടെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് ശ്രീ ബാബുവാണ്. അദ്ദേഹം ഊണിലും ഉറക്കത്തിലും ഈ പള്ളിക്ക് വേണ്ടി, തിരുനാൾ വിജയത്തിന് വേണ്ടി, മനോഹരമായി നടക്കുന്നതിന് വേണ്ടി, എല്ലാവരും സന്തോഷത്തോടു കൂടി മടങ്ങി പോകുന്നതിന് വേണ്ടി അദ്ദേഹം നിസ്വാർത്ഥമായി ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജോയിന്റ് കൺവീനറായിരുന്ന ശ്രീ ജോയ്, പബ്ലിസിറ്റി കൺവീനറായിരുന്ന ശ്രീ സജി, പ്രോഗ്രാം കൺവീനർ ശ്രീ സജൻ, ഫുഡിൻ്റെ കൺവീനറായിരുന്ന ശ്രീ ബിനു, അദ്ദേഹം പാരിഷ് കൗൺസിൽ സെക്രട്ടറിയുമാണ്. ലിറ്റർജി കാര്യം നോക്കിയ ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തരെയും ഓരോ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മളൊന്നും അറിയില്ല, പക്ഷേ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം അവർ അവരുടേതായ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ തിരുനാൾ ഇത്ര മനോഹരമാക്കി. ഇവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പാരിഷ് കൗൺസിലിൻ്റെ മറ്റ് എല്ലാ അംഗങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം ഇത് ഒരു ടീം വർക്കായിട്ടാണ് വരുന്നത്. ഇത്രയും പേര് മാത്രമല്ല, ഇതിനോടൊപ്പം സഹകരിക്കാൻ സന്മനസ്സായ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് ആവശ്യമായതെല്ലാം സ്വീകരിക്കാൻ തയ്യാറായ ഒരു നല്ലൊരു പാരിഷ് കൗൺസിൽ ഇവിടെയുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ സവിശേഷമായ ശ്രദ്ധ നൽകി വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ചെയ്യുകയുണ്ടായി. പാരിഷ് കൗൺസിലിലെ ഓരോ അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദാസരായി നമ്മുടെ ദൗത്യം നിർവഹിച്ചിട്ട് പ്രയോജനമില്ലാത്ത ദാസന്മാരെ പോലെയായി തങ്ങളെ തന്നെ കണക്കാക്കി പോകുന്ന പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും ഈ ഇടവകത്തിൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം KCYM സംഘടനയിലെ യുവജനങ്ങൾ ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും നമ്മെ സഹായിച്ചു. ദയവായി ഒരു സ്റ്റോൾ പ്രവർത്തിക്കുന്നതിന് അവർ ഉത്സാഹം കാണിച്ചു. എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുന്ന എന്തും മനോഹരമായി ക്രമീകരിക്കുവാൻ അവരുടെ സമയം അവർ ഇവിടെ നമുക്കായി ലഭ്യതപ്പെടുത്തി. അവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്നേഹവിരുന്ന് സ്പോൺസർ ചെയ്തിരുന്ന രുചിക്കൂട്ട് പലതുന്ന അൽമാസ് കിച്ചൻ, അർജുനൻ കൈരമ്പുള്ള, അമ്മ ഹോട്ടൽ, ഡെലിയ ചിക്കൻ സെൻറ്റർ, തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറി, ലോറൻസ് കൈരമ്പുള്ള, ഉസ്മാൻ മലപ്പുറം, അഹല്യ ഫാഷൻ ജ്വല്ലറി, സൈമൺ ലൂർദുപുരം, സ്മിത VS. അതോടൊപ്പം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ രക്ഷകർത്താക്കൾ, പിന്നെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത 2 വിശ്വാസികൾ എന്നിവർക്കെല്ലാം പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇലക്ട്രിസിറ്റി സൗണ്ട് ശബ്ദവും വിളിച്ചു നൽകിയ പ്രിയപ്പെട്ടവരെയും പോലീസ് ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശബ്ദവും വിളിച്ചവും നൽകി സഹകരിച്ച സൂര്യ സൗണ്ട്സിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധയോടെ കൃത്യമായി ചെയ്യുകയും നമ്മോട് സഹകരിച്ച എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ ആരാധനയെ ഏറ്റവും മനോഹരമാക്കാൻ അവർ സഹായിച്ചു. നന്ദി അർപ്പിക്കുന്നു. ആർച്ച് സ്പോൺസർ ചെയ്തിരുന്ന ശ്രീ ബിനു IS, ദന്താശുപത്രി, ആയിരം ഫാഷൻ ജ്വല്ലറി, സാബു മെമ്മോറിയൽ ദന്താശുപത്രി എന്നിവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്നലെ ഇവിടെ ഈ ഭക്ഷണ സാധനങ്ങൾ അരിയാൻ വേണ്ടി ഏറെ വൈകിയും 12 മണിയോടടുത്തും ഒത്തിരി കുടുംബാംഗങ്ങൾ ഭാര്യയും മക്കളും കുഞ്ഞുമക്കളുമായിട്ട് ഇവിടെ അരിയാനൊക്കെയായിട്ടുണ്ടായിരുന്നു. അവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മ വെളിപ്പെടുത്തുന്ന സന്തോഷവും സ്നേഹവും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരുടെ സഹകരണം, പ്രത്യേകിച്ച് കാഞ്ഞിരംകുളം ജംഗ്ഷൻ്റെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്കും മറ്റ് തൊഴിലാളികൾക്കും, ചുമട്ട് തൊഴിലാളികൾ, അങ്ങനെയുള്ള എല്ലാ വ്യാപാര വ്യവസായ സംഘടനകളിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആത്മാവിൽ ദരിദ്രൻ അനുഗ്രഹിക്കുക എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മക്കളായി ഞങ്ങൾ സ്വീകരിച്ച് സർവശക്തനായ ദൈവം പതിതന്റെ പാട്ടിലും പരിശുദ്ധഭാവമായുന്ന പുണ്യമേ പരമദയാനിധേ ത്യാഗമാ സ്നേഹമാ ഏകരക്ഷാമാർഗമാ പാപഭൂമിൽ വീണുകേഴും ദുഃഖിതന്റെ നാഥനായി ഈ യാചന കേൾക്കുമോ, ഈ വേദന കാണുമോ? ശരണമേശുവിലനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാർദ്രഗാനം അവിടുത്തെ അൾത്താരം അതുമാത്രമാശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം